നമ്മളൊരു ചെറിയ തർക്കത്തിലേക്ക് പോവുകയാണ്. കുട്ടനാട്, ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കടുത്ത അതൃപ്തി. ഒരു പാർട്ടി നിന്നാൽ മാത്രമേ വിജയിക്കൂ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് കേരള കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. 10 സീറ്റിൽ തന്നെ മത്സരിക്കുമെന്നും അങ്ങനെ അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നും അപ്പു ജോൺ ജോസഫ് 24 പ്രതികരിച്ചു. ഒരു പാർട്ടി നിന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു മുന്നണി സംവിധാനത്തിന് ചേർന്ന ഒരു സംസാരമാണെന്ന് തോന്നുന്നില്ല. അത് ഒരു മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കും, അത് മാത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമുള്ളൂ. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. ജോസഫ് സാർ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് ചുമ്മാ ഇങ്ങനെ ഓരോ കോണുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമാണ്. ടോബി അപ്പു ജോസഫും പി ജെ ജോസഫിനെ ജോസഫ് സാർ എന്നാണോ വിളിക്കുന്നത്? അച്ഛനെ ജോസഫ് സാർ എന്നായിരിക്കും വിളിക്കുന്നതല്ലേ? എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പോട്ടെ. ടോബി, ഇവിടെ 10 ഇവിടെ ഇടുക്കി ഒക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കും, 8 എന്നൊക്കെ ചുരുങ്ങിയേക്കും, ചിലപ്പോൾ 8 ചിലപ്പോൾ 7 ചുരുങ്ങിയേക്കും എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ പോയ ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലുള്ള അതൃപ്തി അപ്പുവിൻ്റെ വാക്കിലുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു പാർട്ടി നിന്നാൽ ജയിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ വ്യക്തമായി എന്താണ് സംഭവിക്കുക എന്നുള്ള ധാരണ അപ്പുവിനുണ്ട്. ടോബി, ഹാഷ്മി, ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ആ ഒരു വ്യക്തത അപ്പു ജോൺ ജോസഫിനുണ്ട്. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മന്ത്രിമാർക്കെതിരെ മത്സരിച്ചെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്നുള്ള ചില പ്രചരണങ്ങൾ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകളിലാണ്. ഇവിടെ 2 മന്ത്രിമാർക്കെതിരെയും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലേ വിജയിക്കൂ എന്ന് ഈ പ്രാദേശിക നേതാക്കളും അതുപോലെ ജില്ലാ നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. അത് ഈ സീറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകൾ ഏറ്റെടുത്ത് അവിടെ കോൺഗ്രസിന് മത്സരിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അത് വലിയ തർക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ച എന്ന് പറഞ്ഞ് ആകപ്പാടെ നടന്നത് കഴിഞ്ഞ ദിവസം, അതായത് സതീശന്റെ യാത്ര സമാപിക്കുന്ന അന്ന് രാവിലെ അരമണിക്കൂർ നേരം നേതാക്കളുമായി നടത്തിയ ചർച്ച മാത്രമാണ് ഉഭയകക്ഷി ചർച്ച എന്ന് പറഞ്ഞ് നടന്നത്. ആ ചർച്ചയിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ആ ചർച്ചയിലാണ് ഈ 3 സീറ്റുകളുടെ കാര്യം ചർച്ച ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടനാട്, ഏറ്റുമാനൂർ, ഇടുക്കി. എന്നാൽ ഇതിനോട് യാതൊരു തരത്തിലും ജോസഫ് വിഭാഗം ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. വെച്ചുമാറുന്നതിന് വേണ്ടി തയ്യാറാണ്. അതായത് ഏതെങ്കിലും സീറ്റുകളിൽ വിജയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറാൻ തയ്യാറാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ എന്തായാലും ജോസഫ് വിഭാഗം തയ്യാറല്ല. 10 സീറ്റിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ എളുപ്പത്തിൽ ഈ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുമെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസുമായിട്ടുള്ള ആ ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് ധാരണകളാകാതെ കോൺഗ്രസിന് ഇതിനൊന്നും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗുമായിട്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അവരുമായിട്ട് ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും അവർ മത്സരിച്ച സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്, എന്നാൽ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറല്ലെന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.